ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി കുട്ടി വ്ളോഗാണ് കേട്ടോ. അതായത് ഇന്നത്തെ എൻ്റെ ഒരു എന്താ പറയുക ഡേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ഒപ്പിക്കാം. ഓക്കെ, സോ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. സോ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മളുടെ ബസ് സ്റ്റോപ്പിലേക്ക്. പ്രബോധിനി ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞാൻ ബസ് കയറല് കേട്ടോ. ഞാൻ അധികം ബസ്സിലാണ് പോവൽ, വണ്ടിക്ക് അങ്ങനെ പോവലില്ല, കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ രാവിലെ തന്നെ ഗൈസ് ഞാനിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ പോണത് നമ്മളെ പ്രബോധിനി ബസ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറാൻ പോണത്. അപ്പോൾ എനിക്ക് എത്തേണ്ടത് നമ്മളുടെ YMCA എന്ന് പറയും. ഓക്കെ, അവിടെയാണ് കേട്ടോ എത്തേണ്ടത്. സോ അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ നേരെ 9:30 ആയപ്പോൾ ഞാൻ ഓഫീസിലെത്തി കേട്ടോ. ഇവിടെ ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉച്ചയായ സമയത്ത് ഞാനിന്ന് ഫുഡൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ കയറിയിട്ട് മീൽസ് കഴിച്ചു കേട്ടോ. ഈ ഒരു പ്ലേറ്റിന് 50 രൂപയാണ് ആകെ ആയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വന്ന്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും ആ ഒരു ക്ഷീണമാണ്. അപ്പോൾ അങ്ങനെ കറക്റ്റ് 5:30 ആയപ്പം ഞാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് രേവതിയാണ് ഇന്നെ നമ്മുടെ മാനാഞ്ചിറ വരെ ആക്കി തന്നത്. എനിക്ക് മാനാഞ്ചിറയിൽ നിന്നാണ് പിന്നെ നമ്മളെ കടലുണ്ടി അല്ലെങ്കിൽ മണ്ണൂറയിൽ ബസ് എനിക്ക് കയറേണ്ടത്. സോ ഞാൻ ഈ രേവതീൻ്റെ കൂടെ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നേരെ മാനാഞ്ചിറയിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ മാനാഞ്ചിറ ഞാൻ ഇവിടെ ഇറങ്ങി. ഇവിടെ നിന്നാണ് എനിക്കിനി ബസ് കയറേണ്ടത് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരം നമ്മളുടെ മാനാഞ്ചിറ ബസ് സ്റ്റോപ്പിലിരിക്കാനായിട്ടുള്ള സ്ഥലം അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ അടുത്തായിട്ട് കുറച്ചൊരു ഏരിയ ഉണ്ട് എനിക്ക് ഇരിക്കാനായിട്ട്. സോ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ബസ് കാത്തുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ കയറി ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ്. വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര വിജരിമ്പിച്ച സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ വീടുകളൊന്നും ഇല്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ കാടൊക്കെ കണ്ടോ, കാടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംമാതിരി വീടുകളുണ്ട്. നല്ല നല്ല ടൈപ്പ് ഓഫ് വീടുകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ പച്ചക്കറിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കട്ടോ. ഇവിടെ എന്തോ പാർട്ടീൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുറേ പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് പിന്നെ അജിയേച്ചി നല്ല അടിപൊളിയായിട്ട് ചക്കേനെ കൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേരം അതെടുത്ത് കഴിച്ച് എന്താ പറയുക, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ല കിട്ടില്ല സാധനം. പിന്നെ അജിയേച്ചി എപ്പോഴും ഈ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി തരലുണ്ട്. പിന്നെ അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിനടുത്ത് ഇതുപോലെ ഇങ്ങനെ ഫുഡ് തരുന്ന അയൽവാസികളുണ്ടെങ്കിൽ ഗൈസ് മെൻഷൻ ചെയ്യൂ. ഓക്കെ, ഞങ്ങൾക്ക് ഞങ്ങൾ അജിയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ. ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം.